അതായത് ഏകദേശം ഒരു 3:30 അടുപ്പിച്ചാണ് ഈ സംഭവം ഉണ്ടായത്. പീച്ചി ഡാമിൻ്റെ റിസർവോയർ, ഈ പീച്ചി ഡാമിൻ്റെ പ്രദേശം എന്ന് പറയുന്നത് നിരവധി പേരുണ്ടാകും. ഈ റിസർവോയറിൽ അപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഈ കുട്ടികളടക്കം 5 പേരാണ് ഉണ്ടായതെന്നാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, അവിടേക്ക് എത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ല, ഞാൻ ആളുകൾ വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടേക്ക് എത്തിയാണ്. ഞാൻ അവിടേക്ക് എത്തിയപ്പോഴേക്കും അവരെ പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ ഇവിടേക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. പിന്നെ ഇവിടേക്ക് വരുന്നുണ്ടായി. ഇവരും 5 പേരും ആയാണ് ഉണ്ടായത്. വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു ഇവരോടൊപ്പം? അല്ല, ഇവർ പെരുന്നാളിന് വന്നതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ വെള്ളം കണ്ടപ്പോൾ ഉള്ളവരുടെ ഭാഗമായിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ചെങ്കുത്തായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് നേരത്തെ ചില പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. വെള്ളം ഭയങ്കര ഹാർഡാണല്ലോ. ആ നിലയിലുണ്ടായപ്പോൾ ഒരു കുട്ടി പെട്ടെന്ന് ഓടിയിട്ടതിൻ്റെ ഭാഗമായിട്ട് അയൽപ്പക്കക്കാർ കൃത്യസമയത്ത് ഇടപെട്ടത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. ഇതിപ്പോൾ ആ സ്ഥലം ഒരു അപകടം നിറഞ്ഞ സ്ഥലമാണോ, അല്ലെങ്കിൽ അങ്ങനെ പരിചയമില്ലാത്തവർ ഇറങ്ങിയാൽ? അല്ല, പരിചയമില്ലാത്തവർ ഇറങ്ങിയാൽ ഒരു പ്രശ്നം ഉണ്ടാവും. കാരണം ഇതൊരു ചെങ്കുത്തായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇപ്പോൾ മഹാരാജാസ് കോളേജിലെ കുട്ടികൾ വന്നിട്ട് അപകടം ഉണ്ടായത് അതിന് തൊട്ടപ്പുറത്താണ്. അതുകൊണ്ട് ഇത് ഇറങ്ങാൻ പറ്റാത്തൊരു സ്ഥലമാണ്. ഇറങ്ങരുത് ശരിക്കും. ഇവിടെ സഞ്ചാരികളൊക്കെ വരുന്ന ഭാഗമാണോ, ആ ഭാഗത്താണോ? അല്ല, ശരിക്കും സഞ്ചാരികൾക്ക് അവിടെ അനുവദനീയമല്ല. വീടുകളിലേക്ക് വരുന്ന ആളുകൾക്ക് അവിടെയുള്ളവർക്ക് ഇത് പരിചയമാണ്. അവർക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. സ്ഥിരം കാണുന്ന ആളുകളല്ല. നേരെ മറിച്ച് പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് ഇത് വലിയ കുഴപ്പമുണ്ടാക്കാറാണ് പതിവ്. ഈ പ്രദേശം വളരെ അപകടം നിറഞ്ഞൊരു പ്രദേശമാണെന്നാണ് പറയുന്നത്. അതായത് ചെങ്കുത്തായ പ്രദേശമാണ്. ചെങ്കുത്തായ പ്രദേശമായതുകൊണ്ട് തന്നെ അവിടേക്ക് ഇറങ്ങുമ്പോൾ ഒരുപക്ഷെ പലപ്പോഴും അപകടം ഉണ്ടാകും. ഒരു കയത്തിലേക്കായിരിക്കും ആളുകൾ കാലെടുത്ത് വയ്ക്കുക. അങ്ങനെ ഒരു അപകടസ്ഥിതി ആ പ്രദേശത്തുണ്ടാകും. അങ്ങനെയാണ് ഈ ഒരു അപകടം ഈ കുട്ടികൾക്ക് ഒരുപക്ഷെ സ്വാഭാവികമായും അത് അറിയണം എന്നില്ല. ഇപ്പോൾ ആ പ്രദേശത്ത് താമസിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ ആ കുട്ടി 7ാം ക്ലാസ്സിൽ പഠിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ കുട്ടിയാണ്. ആ കുട്ടിക്ക് എത്രമാത്രം ആ സ്ഥലങ്ങൾ പരിചയമുണ്ടാകും എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരുപക്ഷെ ആ സ്ഥലത്തെക്കുറിച്ച് ധാരണ ഉണ്ടാകില്ല. അവർ ആ ഒരു പള്ളിപ്പെരുന്നാൾ ഒരു ആഘോഷിക്കാൻ വേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ തന്നെ വെള്ളക്കെട്ടുകളൊക്കെ കണ്ടാൽ ആണെങ്കിലും ഇത്തരത്തിൽ സ്ഥലങ്ങളിലൊക്കെ ഒരുപക്ഷെ ഇറങ്ങാറുണ്ട്. അങ്ങനെ ഇറങ്ങിയതാണ്. അവിടെ സഞ്ചാരികൾക്കൊന്നും അലൗഡ് ആയിട്ടുള്ള ഒരു പ്രദേശമായിരുന്നില്ല. അവിടെയാണ് ഇറങ്ങിയപ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായതെന്നുള്ളതാണ് പ്രദേശവാസികളും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളും പറയുന്നത്.